ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്പസമയം മുൻപ് ഒരു വോയിസ് മെസ്സേജ് കേൾക്കാനിട വന്നു. അത് കോഴിക്കോട് നിന്നുള്ള ഒരു ചേച്ചിയുടേതായിരുന്നു ആ ശബ്ദം. ആ ശബ്ദരേഖയിൽ ഇപ്രകാരം പറയുന്നു: എന്തുകൊണ്ടാണ് ഈ ലോകത്ത് കുറേ ആളുകളുണ്ടായിട്ടും എനിക്ക് മാത്രം ഈ ഒരു സങ്കടം വന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഭർത്താവ് മാത്രം എന്തുകൊണ്ടാണ് ഇത്രമാത്രം മദ്യപിച്ച് ബഹളമുണ്ടാക്കി എൻ്റെ കുടുംബവും കുടുംബജീവിതവും നശിപ്പിക്കുന്നത്? യാതൊരു സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു ജീവിതമായിട്ട് എന്തുകൊണ്ട് മാറുന്നു? എന്തുകൊണ്ടാണ് ഇത് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ആരോടാണ് ഇത് പറയേണ്ടത്? എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിലാപത്തിൻ്റെ, സങ്കടത്തിൻ്റെ, ഒരു കണ്ണുനീരിൻ്റെ ഒരു വോയിസ് മെസ്സേജാണ് കേൾക്കാനിട വന്നത്. ആദ്യമേ ആ ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കോഴിക്കോട്ടുകാരിയായ ചേച്ചി, ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ സങ്കടം, ഈ വേദന ചേച്ചിക്ക് മാത്രം ഉള്ളതല്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് ലോകത്തിലെ 90% ആളുകളും സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. ഒരാൾക്ക് മദ്യപാനം പ്രശ്നമായേക്കാം, മറ്റൊരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചില ആളുകൾക്ക് രോഗപീഠയായിരിക്കാം, മറ്റു ചിലർക്ക് മറ്റേ അയൽവാസികളുടെ ഉപദ്രവമായിരിക്കാം, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള മക്കളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആകുലതയായിരിക്കാം, ഗൾഫിൽ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ അവരവരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം അതൊന്ന് അംഗീകരിക്കുക. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആളുകൾക്കും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉള്ളവരാണ് അവരും. എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു ആശ്വാസമായില്ലേ? എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷമായില്ലേ? ഇനി കാര്യത്തേക്ക് കിടക്കാം. ചേച്ചി, അല്ലെങ്കിൽ ഇതുപോലെ ഈ മനോഭാവത്തിൽ ഇരിക്കുന്ന വേറെ ചേച്ചിമാരോ ചേട്ടന്മാരോ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് കേട്ടോ. എന്താണെന്നല്ലേ, എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അവർ വന്നില്ല, ഇവർ വന്നില്ല, ഞാൻ പ്രതീക്ഷിച്ച ഫ്രണ്ട്സ് വന്നില്ല, റിലേറ്റീവ്സ് വന്നില്ല എന്നൊക്കെ പരാതി പറയുന്നതിന് പകരം മിണ്ടാതിരിക്കുക. കാരണം അവരാരും വരില്ല. വന്നാലും അവരെ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റത്തുമില്ല. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ സമയം കളയുന്നത്? അവരെന്നെ സഹായിച്ചില്ല, ആ ബന്ധുവിനെ സഹായിച്ചില്ല, ഈ ബന്ധുവിനെ സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ പരാക്രമം അടിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഞാൻ പോലും ഒരുപാട് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തിയാ. ആരും എന്നെ സഹായിക്കാൻ വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എനിക്കതിനേ സമയമുണ്ടാകൂ, വേറെ ഒന്നിനും സമയം കാണത്തില്ല. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, എൻ്റെ ജീവിതം അത് സന്തോഷിക്കണോ, അത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ആകുലപ്പെട്ട് ഇങ്ങനെ തോറ്റു കൊടുക്കണോ? സന്തോഷിക്കണമെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനാര് പണിയെടുക്കും? നമ്മൾ തന്നെ പണിയെടുക്കണ്ടേ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ചേട്ടനും ഒരു ചേച്ചിയും 2 കുഞ്ഞുങ്ങളും കൂടെ ഒരു ടൗണിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. റോഡിൽ വെച്ച് ഒരു പേപ്പട്ടി വന്നിട്ട് ഈ കുഞ്ഞുങ്ങളിൽ ഒരാളെ കടിച്ചു. നാട്ടുകാരും സഹായിക്കാൻ വന്നില്ല. നിങ്ങളുടെ ബന്ധുക്കളെ വിളിച്ചിട്ട് കിട്ടത്ത പോലുമില്ല ആ സമയത്ത്. ഈ കുഞ്ഞിനെ കടിച്ചുകൊണ്ടിരിക്കുന്ന ആ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈ അമ്മയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ അപ്പന് ഉത്തരവാദിത്വമില്ലേ? അതോ ഈ അപ്പനും അമ്മയും ആ കുട്ടിയെ പേപ്പട്ടി കടിച്ചോട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്ന് നോക്കി നിന്ന് രസിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു പേപ്പട്ടി തൻ്റെ കുഞ്ഞിനെ കടിക്കുന്നത് ഒരമ്മയ്ക്കും നോക്കി നിൽക്കാനാവില്ല, ഒരപ്പനും കണ്ടു നിൽക്കാനാവില്ല. അവർ പ്രതികരിക്കും. വേറെ ആര് സഹായിച്ചില്ലെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ആ അപ്പനും അമ്മയും മുൻകൈ എടുക്കും. അവർ പ്രതിരോധിക്കും. പേപ്പട്ടിയുമായി അവർ മൽപ്പിടുത്തത്തിൽ ഏർപ്പെടും, ഒരു സംശയം വേണ്ട. എന്നിട്ട് ആ കൊച്ചിനെ ആ അപ്പനും അമ്മയും രക്ഷിക്കും.
ഇനി അപ്പനില്ല, അമ്മയും മകനും മാത്രമേ ഉള്ളെങ്കിലോ? അപ്പോഴും ഈ അമ്മ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ആവുന്നതൊക്കെ ചെയ്യും. ഇനി മക്കളാരും കൂടെയില്ല, ഈ ഭാര്യയും ഭർത്താവും മാത്രമാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ പേപ്പട്ടി ഭർത്താവിനെ ആക്രമിച്ചു. ഭാര്യ നോക്കി നിൽക്കുമോ? സ്നേഹമുള്ള ഭാര്യയ്ക്ക് അതിന് കഴിയുമോ? ഭാര്യ എന്ത് ചെയ്യും? ജീവൻ പണയം വെച്ചും സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ ആവുന്നത് ചെയ്യും. അത് ചെയ്തു പോകും. പ്രത്യേക ട്രെയിനിങ്ങും ഒന്നും നമുക്ക് കഴിഞ്ഞ ദിവസം വേണ്ട, നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഓരോരോ അനുഭവങ്ങളാണ് നമ്മെ ഓരോരോ പ്രതിരോധ മേഖലയിലേക്ക് നമ്മെ സജ്ജരാക്കുന്നത്. ഒരു പേപ്പട്ടിയിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരമ്മയ്ക്ക് കഴിയും, ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യയ്ക്ക് കഴിയും, ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവിന് കഴിയും. കാരണം അവർക്ക് അവരോടുള്ള സ്നേഹമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. എങ്കിൽ മദ്യപാനമാകുന്ന, ലഹരിയുടെ ഉപയോഗമാകുന്ന, പിശാചാകുന്ന പേപ്പട്ടിയിൽ നിന്ന് ചേച്ചിയുടെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് ആരുടേതാണ്? അത് ചേച്ചി തന്നെയല്ലേ മുൻകൈ എടുക്കേണ്ടത്? ഒരു പേപ്പട്ടി കൊച്ചിനെ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാറിക്കൊണ്ട് നിന്നാൽ മതിയോ? നിലവിളിച്ചുകൊണ്ട് നിന്നാൽ മതിയോ? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ വിധി വന്നു, മറ്റാരും കടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കി നിന്നാൽ മതിയോ? അങ്ങനെ സമയം കളയണോ? അതുള്ള സമയം കൊണ്ട് ആ കൊച്ചിനെ രക്ഷിക്കാൻ നോക്കില്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും. സ്വന്തം ഭർത്താവ് മദ്യപാനമാകുന്ന പേപ്പട്ടിയുടെ ആക്രമണത്തിൽപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും കൊള്ളരുതാത്തവനായി മാറിയെങ്കിൽ ആ മദ്യപാനമാകുന്ന പേപ്പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് ആ മനുഷ്യനെ മോചിപ്പിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ചേച്ചിക്കുണ്ട്. ചേച്ചി ഒരു മനുഷ്യൻ എന്ന ഒരു സ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ ബലഹീനയായേക്കാം, നിസ്സാരയായേക്കാം, നിസ്സഹായ ആയേക്കാം. അങ്ങനെയുള്ള ചേച്ചിക്ക് ഈ ചേട്ടനെ മദ്യപാനമെന്ന അല്ലെങ്കിൽ മയക്കുമരുന്നെന്ന ഈ ഒരു പേപ്പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ടോ ബന്ധുക്കൾ വരാൻ കാത്തിരുന്നിട്ടോ കാര്യമില്ല. ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. അതാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നത്. 22-ാം അധ്യായം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം അതിൽ പ്രകാരം പറയുന്നുണ്ട്, നിന്റെ ശത്രുക്കളെ ദൈവം നിനക്ക് പാദപീഠം ആക്കുവോളം നീ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കണം. സ്നേഹമുള്ളവരെ, നിന്റെ ഭർത്താവല്ല നിന്റെ ശത്രു. പ്രിയപ്പെട്ട ചേച്ചിയുടെ ഭർത്താവല്ല ചേച്ചിയുടെ ശത്രു. ആ ഭർത്താവിനെ കൊണ്ട് മദ്യപിച്ച് ആ മനുഷ്യനെ വയലന്റ് ആക്കുകയും അവൻ്റെ സുബോധം നഷ്ടപ്പെടുത്തി അനേകർക്ക് ദ്രോഹം ഉണ്ടാക്കുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാചാണ് ചേച്ചിയുടെ ശത്രു. പിശാചിനോട് മല്ലടിക്കാൻ ചേച്ചിയെ കൊണ്ടാകുമോ? മനുഷ്യൻ എന്ന നിലയിൽ ചേച്ചിയെ കൊണ്ട് അത് പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു തരുന്ന സിമ്പിൾ വഴിയാണ്. ചേച്ചിയുടെ ശത്രുവായ മദ്യപാനം എന്ന പിശാചിനെ തോൽപ്പിക്കാൻ ചേച്ചി ചെയ്യേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുക. ദൈവമാണ് പിശാചിനോട് പോരാടേണ്ടത്. ദൈവം പിശാചിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ചേച്ചി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളിലെ ഓരോ വചനങ്ങളും വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ശാന്തരായിട്ടിരുന്നാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ ഈ സഹോദരൻ്റെ മദ്യപാനത്തിന് അറുതിയായിരിക്കും. ഇത് വിശ്വസിക്കുക. നിന്നെ സഹായിക്കാൻ കഴിയുന്നവനെയാണ് നീ ദൈവമേനെ വിളിച്ചതെന്ന് നീ ഒന്ന് ഉറച്ച് വിശ്വസിക്കുക. നിന്റെ ദൈവം നിന്റെ അപ്പനാണെന്ന് വിശ്വസിക്കുക. നിന്റെ കുഞ്ഞിനെ പേപ്പട്ടി കടിച്ചപ്പോൾ ആ കടിച്ച പേപ്പട്ടിയിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ നീ എത്രമാത്രം ഉത്സാഹം കാണിച്ചുവോ അതിൻ്റെ 4 ഇരട്ടി ആവേശവും ഉത്സാഹവും ഉണ്ട് നിന്റെ സ്വർഗത്തിലെ അപ്പനായ നിന്റെ ദൈവത്തിന്. തൻ്റെ കുഞ്ഞിനെ കരയുന്നത് കാണുമ്പോൾ ചുമ്മാ ദൈവം കയ്യും കെട്ടി നോക്കിയിരിക്കത്തില്ല. ആ കുഞ്ഞിൻ്റെ കണ്ണീരിന് കാരണക്കാരായ മദ്യപാനം എന്ന പിശാചിനെ ദൈവം എടുത്ത് ചവറ്റോട്ടയിലേക്ക് വലിച്ചെറിയും. അതിന് നീ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളൊന്ന് വായിക്കുക. വായിക്കുന്ന വചനങ്ങൾ നിന്നിൽ ആദ്യം മാറ്റം വരുത്തും. നിന്റെ നാവിനെ വിശുദ്ധീകരിക്കും. നീ പരാതി പറച്ചിൽ നിർത്തും. പകരം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പിശാചിൻ്റെ സ്വാധീനം ഇല്ലാതാകും. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും.
പ്രകാശമാകുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചാൽ പിശാചാകുന്ന ഇരുട്ട് മാറിപ്പോയിക്കൊള്ളും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്നെ ഉപദ്രവിക്കുന്ന കടബാധ്യത എന്ന ശത്രുവാകട്ടെ, ദാരിദ്ര്യം എന്ന ശത്രുവാകട്ടെ, അയൽവാസികൾ ഉപദ്രവമാകട്ടെ, എന്ത് ഉപദ്രവമായിക്കൊള്ളട്ടെ, നിന്നെ ഉപദ്രവിക്കുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്നവനോട് മല്ലിടണ്ട. മറിച്ച് നീ നിന്റെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് ഏറ്റുപറയുക. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആരെയും പഴിക്കാതെ, ആരെയും നിന്ദിക്കാതെ, ആരെയും ശപിക്കാതെ, സ്വയം നിരാശപ്പെടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുക. നിന്റെ പ്രശ്നത്തെ കർത്താവ് പരിഹരിച്ച് തന്നിരിക്കും. എനിക്കറിയാവുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. 5-6 വർഷങ്ങൾക്ക് മുൻപ് വരെ ആ ചേച്ചി കാണുമ്പോൾ പറയുമായിരുന്നു, എൻ്റെ ഭർത്താവ് സ്ഥിരം മദ്യപാനിയാണ്, 10, 20, 25, 30 വർഷത്തിലെ അധികമായി സ്ഥിരം മദ്യപാനമാണ്. 1 രൂപ ഞങ്ങൾക്ക് സേവിങ്സ് ഇല്ല, കടബാധ്യതകളാണ്, സ്വന്തമായി വീടില്ല, പല പല പ്രശ്നങ്ങളും, ജീവിതം മടുത്തു, ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. രാജി എന്നാണ് ചേച്ചിയുടെ പേര്. ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി സ്ഥിരമായിട്ട് ചേച്ചി ബൈബിൾ വായിക്കേ. ആ ചേച്ചി 1.5 വർഷത്തോളം ബൈബിൾ വായിച്ചു. ഈ ചേട്ടന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ചേച്ചിയുടെ ബൈബിൾ വായന അത് പാഴായിപ്പോയില്ല. ഒരു നാൾ ദൈവം ഈ ചേട്ടനെ തൊട്ടു. ആ ചേട്ടൻ ഇന്ന് ഒരു തുള്ളി മദ്യം കൈകൊണ്ട് കുടിക്കത്തില്ല. കടബാധ്യതകളെല്ലാം മാറി. ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു കുടുംബനാഥനായിട്ട് ആ മനുഷ്യൻ മാറി. ഒരു മകനും മകളും അടങ്ങുന്ന കുടുംബം ഇന്ന് സ്വന്തം വീട്ടിലാണ് താമസിക്കാൻ പോവുക. പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. മദ്യപിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും കിടന്നുറങ്ങിയിരുന്ന ആ മനുഷ്യൻ ഇന്ന് ഈ നാടിനെ ഒരു അഭിമാനമായിട്ട് മാറാൻ തുടങ്ങി. ആ മനുഷ്യൻ ദൈവത്തിന്റെ വചനം കയ്യിലെടുത്ത് അനേകരെ ഉപദേശിക്കുന്ന ഒരു ഉപദേശിയായിട്ട് മാറുന്നു. സ്നേഹമുള്ളവരെ, ഇതെങ്ങനെ സാധിക്കുന്നു? ഈ കള്ളുകുടിയന്റെ മുഖത്ത് നോക്കി കുറ്റം പറഞ്ഞത് കൊണ്ടോ, പിറുപിറുത്തത് കൊണ്ടോ, ആ മനുഷ്യൻ ഉപദേശിച്ചത് കൊണ്ടോ, വഴക്കുണ്ടാക്കിയത് കൊണ്ടോ അയാൾ നന്നായില്ല. മറിച്ച് ദൈവത്തിന്റെ വചനമടങ്ങുന്ന ബൈബിളിന് അടുത്ത് കണ്ണുനീരോടെ ഇരുന്ന് ബൈബിൾ വായിച്ചാൽ ഓരോ വചനവും മനസ്സിലാകുന്നതിനനുസരിച്ച് ആ വചനം ഗ്രഹിക്കുകയും ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തപ്പോൾ ദൈവം ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്ന മദ്യപാനം എന്ന പിശാചിനെ എടുത്ത് ദൂരെ കളഞ്ഞു. ആ മനുഷ്യൻ ഇന്ന് 4-5 വർഷമായിട്ട് ഒരു തുള്ളി മദ്യം കൈകൊണ്ട് തൊടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ലോകത്തിലെ ആദ്യത്തെ അനുഭവമൊന്നുമല്ല മദ്യപാനിയുടെ മാനസാന്തരം. എൻ്റെ പൊന്നു ചേച്ചി അല്ലെങ്കിൽ ചേച്ചിമാരെ, ഭർത്താവിന് ഓർത്ത് സങ്കടപ്പെടുന്ന ഭാര്യമാരെ, ഭാര്യയെ ഓർത്ത് സങ്കടപ്പെടുന്ന ഭർത്താക്കന്മാരെ, നിങ്ങൾ ചെയ്യേണ്ടത് അവരെ കുറ്റം പറഞ്ഞിട്ടോ ഉപദേശിച്ചിട്ടോ ഒരു പ്രയോജനമില്ല. പകരം വിശുദ്ധ ബൈബിൾ കയ്യിലെടുക്കുക. നിങ്ങൾ ബൈബിൾ വായിച്ച് വചനത്താൽ നിറയുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. നിനക്ക് വേണ്ടി ദൈവം ഇടപെടും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തുകൊള്ളും. വിശ്വസിക്കൂ. ഒന്ന് യേശുവിനെ വിശ്വസിക്ക്. നീ ഒരു അത്ഭുതമായിട്ട് മാറും. നിന്റെ കുടുംബം ഒരു അത്ഭുതമായിട്ട് മാറും. നിന്നെ ഭാരപ്പെടുത്തുന്ന നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ അത്ഭുതമായിട്ട് മാറുന്ന നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കേണ്ടത് നീയാണ്. നിന്റെ കുടുംബം തകരാൻ കാരണക്കാരായ പിശാചിനെ പരാജയപ്പെടുത്തുന്ന ഉത്തരവാദിത്തം ദൈവം നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നീ മടി കാണിക്കരുത്. കോഴിക്കോടുള്ള ചേച്ചിക്ക് മാത്രമല്ല, ഇതുപോലെയുള്ള സങ്കടങ്ങളിൽ പെട്ടിരിക്കുന്ന സകലർക്കുമുള്ള ഒരു മറുപടിയായിട്ട് ഇത് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനം അത് കയ്യിലെടുക്കുക, ദൈവത്തിന്റെ വചനം വായിക്കുക, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുക, ദൈവത്തിന്റെ വചനം അന്യർക്ക് അഭിഷേകത്തിനായി പ്രഘോഷിക്കുക, ദൈവത്തിന്റെ വചനം ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ദൈവം നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം നിന്റെ പ്രശ്നം പരിഹരിച്ചുകൊള്ളും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.